അഞ്ജന, നമ്മൾ ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമൊക്കെ ഉണ്ടാകുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണം തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പുരുഷൻ എന്ത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അതൊന്നും വലിയ ചർച്ചാ വിഷയമാകുന്നില്ല. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സ്ത്രീകൾക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ വസ്ത്രധാരണമാണ് ഒരു പരിധി വരെ പീഡനം വർദ്ധിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രലോഭനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പുരുഷ കേസരികളും ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ, എങ്ങനെയാണ് അഞ്ജനയുടെ കാഴ്ചപ്പാട്, എങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, വസ്ത്രധാരണം പീഡനത്തിന് കാരണമാകുന്നു. അങ്ങനെയുണ്ടോ? അപ്പൊ എന്നോട് പല അഭിപ്രായമല്ല, ഓക്കെ, അതെന്നെ പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറച്ച് ഒരു മാന്യമായ വസ്ത്രം ധരിച്ച ഒരാള് അവർക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബാക്കി എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് ആൾക്കാർക്ക്. അതിലും നല്ലത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യമായ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ അവിടെ ഒന്നും ഇല്ലല്ലോ, അവിടെ ഒരു ഫ്രീഡം ആണ്. ശരിക്കും വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം, ഏതൊരു മനുഷ്യനാണെങ്കിലും കുറച്ച് കളറിലും നമ്മുടെ വണ്ണത്തിലും ഒക്കെ വ്യത്യാസം എന്നല്ലാതെ മനുഷ്യന് ഒരുപോലെയാണ്. പിന്നെ പണ്ട് കാലത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരുന്നു നമ്മൾ, എത്ര വസ്ത്രം ധരിച്ചായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറി. പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയല്ല. നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നു പൊതുവെ കൂടുതലായിട്ടും ഇങ്ങനെ ഒരു സംഭവം കണ്ടുവരുന്നത്. നമ്മൾ സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ ഇരയാക്കപ്പെടുന്നത്. ഇപ്പൊ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് കുട്ടികളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം. അങ്ങനെയാണോ? എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വസ്ത്രധാരണം കൊണ്ട് ഒരു പുരുഷന് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിക്കണം എന്ന് തോന്നുമോ? അങ്ങനെയല്ല, അത് ശരിയാണ് പറഞ്ഞത്. ഈ വസ്ത്രധാരണം ഇപ്പൊ നമുക്ക് മാറുമറയ്ക്കൽ സമരമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാലത്ത് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, പ്രത്യേകിച്ച് കീഴാള വിഭാഗങ്ങളോടുള്ള സവർണ ജന്മികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ആ കാലത്ത് പ്രശ്നം. മാറുമറയ്ക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹം പതിച്ചു നൽകിയത് സാരിയാണ്. സാരി ധരിക്കുന്നതാണ് കുറച്ചുകൂടി അഭികാമ്യം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗുണകരമായ കാര്യം, അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടെ മാന്യതയുടെ വസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ സാരിയും അത്ര അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരിയേക്കാൾ കുറച്ചും കൂടെ മറ്റുള്ള വസ്ത്രങ്ങൾ, അതായത് പിന്നെ പാന്റും ഷർട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ ധരിക്കാറുണ്ട്. ഇപ്പൊ പുരുഷൻ ഇപ്പൊ മുട്ടറ്റമുള്ള മുണ്ടെടുത്ത് വരുന്നുണ്ട്, മുണ്ട് മടക്കി കുത്തുന്നു, കാലിന്റെ താഴെ ഭാഗം എല്ലാം തന്നെ നഗ്നമായി കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പുരുഷൻ ഷർട്ട് ഇടാതെ പുരുഷന് പുറത്തു പോകാൻ പറ്റും. സ്ത്രീ ആകുമ്പോഴത്തേക്ക് സ്ത്രീ ഒരു മുട്ടിന്റെ അവിടെ പോലും എത്തണ്ട, കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും അത് മാന്യതയില്ലാത്ത വസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയ മാറ്റം, ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യത്തിൽ ഒരുപാട് പുരോഗമനവും നവോത്ഥാന പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതലൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ മാത്രം ഇനിയും പുരുഷന്മാർ വളരേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ സാരിയുടെ കാര്യം പറയും, ഒരു ജീൻസും ടോപ്പും ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ജീൻസും ഒരു ടീഷർട്ടോ എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും കാണുന്നില്ല, പുറമേ കൂടെ പ്രൊജക്ട് ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. സാരി മാന്യമായിട്ടുള്ള വസ്ത്രമാണെന്ന് പറയുന്നു. കേരളീയ സ്ത്രീകളുടെ എന്താ പറയാ തനതായ വസ്ത്രമാണ് സാരി എന്ന് പറയുന്നു. എന്ന് ഞാൻ ചോദിക്കട്ടെ, സാരി ഉടുത്ത് എത്ര സ്ത്രീകളുടെ വയറ് നമ്മൾ കാണും? വയറ് കാണിക്കാതെ ഉടുക്കണ എത്ര പേരുണ്ട്? വയറ് കാണിക്കാതെ നമ്മൾ ഇവിടെയൊക്കെ പിൻ ചെയ്തിട്ട് ഉടുക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗി കാണില്ല. ഒരുപാട് പേര്, നമ്മൾ തന്നെ, ഞാൻ തന്നെ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ഒരു സാരി എടുത്ത്, ആരാണെങ്കിലും സാരി എടുത്ത് നല്ല ഭംഗിയിൽ പോകുമ്പോൾ നമ്മൾ നോക്കും. ഞാൻ ആരുടെയും വയറ് കാണാണ്ടിരുന്നിട്ടില്ല. ഇനി അങ്ങനെ വയറ് കാണാതൊക്കെ ഉടുക്കണവര് ഭയങ്കര ബോറായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഇതിലൊന്നും അല്ല കാര്യം. എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനം? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും ഇപ്പൊ പ്രസവിക്കാനായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ശരീരത്തിലേക്ക് കാറ്റ് അല്ലെങ്കിൽ എന്താ പറയാ സൂര്യപ്രകാശമൊക്കെ കടക്കാൻ വേണ്ടി അയഞ്ഞ വസ്ത്രങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയും. അതിന് നമ്മളോട് ആ സമയത്തൊക്കെ സാരി ഉടുക്കാൻ പറയും. അല്ലാതെ ഇപ്പൊ തീർച്ചയായിട്ടും കാഷ്വൽ ആയിട്ട് ഒരാളിപ്പോ ട്രെയിനിൽ പോകുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ ഈ സാരി ഉടുക്കുന്നതിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് ഒരു ജീൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന. വിനേഷ്, വേറെ എന്തൊരു കാര്യം എന്ന് അറിയാം, ഞാനിപ്പോ ആദ്യം ട്രിവാൻഡ്രം ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് നമ്മൾ സാരി ഉടുത്തിട്ട് ഏറ്റവും മുകളിൽ അപ്പാർട്ട്മെന്റിലൊക്കെ മുകളിൽ ബർത്തിൽ കയറി കിടക്കുന്നതാണോ, ഒരു ജീൻസും ഇതൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് കയറുന്നതാണോ സേഫ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ അതെ അതെ, ശരിയാണ്. അല്ല, സാരി എന്ന് പറയുമ്പോൾ നമ്മളൊരു ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഒരു വസ്ത്രം എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഈ മാന്യതയുടെ അളവ് പോലെ ആരാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലങ്ങളായിട്ട് ഈ ഒരു
പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ് സ്ത്രീ എന്ത് വസ്ത്രം. ഇന്നിപ്പോ ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രമൊക്കെ പുരുഷന്മാർ തന്നെ അധികം ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 10-20 വർഷത്തിന് ഇപ്പുറമാണ് മാറ്റം വന്നത്. ബാക്കി ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഒരു പുരുഷ കേന്ദ്രീകൃത ബിന്ദുവിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പൊ ബിക്കിനി ധരിക്കുന്നവർ, ഇവൾക്കൊക്കെ ബിക്കിനി ധരിച്ചുകൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ കുറച്ച് അയഞ്ഞ വസ്ത്രം, കുറച്ച് ടൈറ്റ് ആയ വസ്ത്രം ധരിച്ചു പോകുന്ന സ്ത്രീകൾ, ജീൻസ് കുറച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ലെഗിൻസ് നമ്മുടെ ശരീരത്തിന്റെ കളറുള്ള ലെഗിൻസ് ധരിക്കുന്നതിനൊക്കെ വളരെ മോശമായിട്ട്, വളരെ മ്ലേച്ഛമായ ഭാഷയിലൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അത് അവള് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ഒളിഞ്ഞു നോക്കുന്നവരും കൂടിയാണ്. അതെ, ഒളിഞ്ഞു നോക്കുന്നവരും അല്ല, ആസ്വദിക്കുന്നവരും, ആസ്വദിച്ച് ഈ സംഭവമൊക്കെ ചെയ്യുന്നവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. തീർച്ചയായും അങ്ങനെയുള്ള ആളുകളുടെ, എം എൻ കാരശ്ശേരി പറഞ്ഞ പോലെ ജനങ്ങളെ അവസരങ്ങളുടെ അഭാവമാണ് സദാചാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അവസരങ്ങൾ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുന്നുമുണ്ട്. പക്ഷേ സ്ത്രീയെ തെറി വിളിക്കുക അല്ലെങ്കിൽ അവളെ മോശക്കാരിയായിട്ട് പറയുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഈ വസ്ത്രധാരണം അങ്ങനെ തന്നെയാണ്. ഇപ്പോ പിന്നെ രാജ്യത്തിന് പുറത്തേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വസ്ത്രധാരണത്തിന് ഒരു ഇതുമില്ല. അവിടെ മാറ് തുറന്ന് കാണിക്കാനുള്ള സമരമൊക്കെ നടന്നിട്ടുണ്ട് ലോകത്തിൽ. അതായത് മാറ് അടച്ചു വെക്കേണ്ടതല്ല എന്നുള്ളത്. മനുഷ്യൻ അങ്ങനെ ഒരു വസ്ത്രത്തിന്റെ ഉള്ളിൽ പൊതിഞ്ഞു കെട്ടി നടക്കേണ്ടവളാണ് മനുഷ്യൻ എന്നുള്ള, സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ പർദ്ദയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വന്നതൊക്കെ. പർദ്ദ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായി മൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു മതയാഥാസ്ഥിതികതയുടെ ഭാഗം എന്നുള്ള രീതിയിലാണ്. അതാ ഞാൻ പറഞ്ഞത്, പുരുഷന് മുക്കാലും മുണ്ടെടുക്കാം, മടക്കി കുത്താം, എവിടം വരെ മടക്കി കുത്താം, എത്ര മടക്കി കുത്താം അത്രയും മടക്കി കുത്താം. അവന് വേണമെങ്കിൽ ഒരു ഇന്നർ മാത്രം ധരിച്ചുകൊണ്ട്, ഒരു ഇന്നർ മാത്രം ധരിച്ചുകൊണ്ട് അവന് ഇറങ്ങി നടക്കാം. എന്നാൽ പോലും ആരും അയ്യെന്ന് പറയില്ല. സ്ത്രീ ആകുമ്പോൾ അവൾ മോശക്കാരിയായി മാറും എന്നുള്ളതാണ് അല്ലേ. അതെ അതെ. ഇപ്പൊ എന്റെ അച്ഛനെ എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അച്ഛൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് വലിയ എന്താ പറയാ സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ജനിച്ച പെൺകുട്ടികള് മുട്ടിന്റെ മുകളിലുള്ള ചെറിയ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ വരും. പക്ഷെ ഇവര് കൂട്ടുകാരും ബോയ്സ് ആരും അത് മൈൻഡ് ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അത് ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാവും അല്ലേ. നമ്മൾ എന്ത് കണ്ടാലും ഷൂട്ട് ചെയ്തിട്ട് വീഡിയോയിൽ ഇടുന്ന ആൾക്കാരാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളൊരു ലെൻസ് വെച്ചിട്ടുണ്ട്, നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിന് ഏത് കളറാണോ അതുകൊണ്ടാണ് നമ്മൾ മറ്റെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒന്ന് ആലോചിക്കുക, ഈ വസ്ത്രം അല്ലാതെ തന്നെ നമ്മളൊരു സ്ത്രീയെ കാണുന്ന സമയത്ത് അല്ലാതെ ചിന്തിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. വസ്ത്രമാണ് ഒരു പീഡനത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്. തീർച്ചയായും അത് ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇനിയും കടക്കാത്ത ഒരു സമൂഹം ഉണ്ട് ഇപ്പോഴും. കാരണം ഞാൻ പറയുമ്പോൾ അത്തരത്തിലുള്ള പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളെയും ആ രീതിയിലേക്ക് മാറ്റിയെടുക്കപ്പെട്ടു. നമ്മളെ വീട്ടകങ്ങളിലെ സ്ത്രീകളെയും ആ രീതിയിലേക്ക് അങ്ങനെ മാറ്റിയെടുക്കും. അവള് വസ്ത്രം അത് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സ് കണ്ടില്ലേ, അവള് ബർമൂഡ ഇട്ടിട്ടാണോ നടക്കുന്നത്, അവള് ടീഷർട്ടാണോ ഇടുന്നത് എന്നൊക്കെ. ഇത് അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലാത്തവൻ മറ്റുള്ളവന്റെ വസ്ത്രം പോലും, വസ്ത്രധാരണത്തിന്റെ മാന്യതയില്ലായ്മയും ഒക്കെ തെരഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സാരിയാണ് മികച്ച വസ്ത്രം എന്ന് പറയുന്ന അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാത്തവരെല്ലാം മോശക്കാർ. അതൊരു മതയാഥാസ്ഥിതികതയുടെ ഈ പാട്രിയാർക്കലായ ഇതിന് മതം അതിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. മതവും ജാതിയും ഒക്കെ തന്നെ മത യാഥാസ്ഥിതികതയുടെ ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ തന്നെ കാണണം ഈ ഒരു സ്ത്രീവിരുദ്ധ നിലപാടിനെ. അങ്ങനെയാണ് കണ്ടത്. തികച്ചും സ്ത്രീവിരുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഭാഷകളും വാക്കുകളും അതിലുണ്ടാക്കിയിരിക്കുന്ന അവര് വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻസുകളും എല്ലാം ഉണ്ട്. ഇത് അനുസരിക്കപ്പെടാതെ ഇതിനെ മറികടക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയാണ്. ഒരു വസ്ത്രധാരണത്തിലൂടെയാണ് പീഡനം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നവര് ഉറങ്ങിക്കിടക്കുന്ന 3.5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന ആളുകൾ, 80 വയസ്സുള്ള വയോധികയെ പോലും വെറുതെ വിടാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള സമൂഹമാണ് നമ്മുടെ. ആ സമൂഹത്തിലാണ് വസ്ത്രധാരണം മാത്രമാണ് ഇതിന് കാരണം എന്നൊക്കെ പറയുന്നത്. ശരിയാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോ പറഞ്ഞല്ലോ പുരുഷന്മാരാണ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറയുന്നത്. അതും ശരിയല്ല. കാരണം സ്ത്രീകൾ തന്നെ സ്ത്രീകളെ വിമർശിക്കുന്ന കാലമാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണെന്ന് പറയാം. ആരെങ്കിലും ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്താ അങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കണേ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും ഇതൊന്നും കേട്ട മൈൻഡ് ചെയ്യില്ല, നെവർ മൈൻഡ് ആണ്. അവരവരുടെ ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾക്കൊരാൾക്ക് ശരീരത്തിൽ നമ്മൾ ഇട്ടിട്ട് നമുക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന ഒരു ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെന്തിനാ നമ്മുടെ ഈഗോന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വസ്ത്രം തന്നെ ധരിക്കുന്നത് അല്ലേ. നമ്മൾ ഇത് കാണുന്നുണ്ടോ? ഇന്നിപ്പോ ഈ ഡ്രസ്സ് ഇട്ട് വന്നു, എനിക്ക് എന്നെ സ്വയം കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മറ്റുള്ളവരെ കാണണം, എനിക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ആവണം എന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഇത് ഇട്ടുകൊണ്ട് വരുന്നത്. മറ്റെനിക്ക് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് വന്നാൽ പോരെ.
അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല വസ്ത്രത്തിന്റെ കാര്യത്തിൽ. പിന്നെ മറ്റുള്ളവരെന്തിന് നമ്മുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അവരെന്തിന് വേദനയ്ക്കും ബുദ്ധിമുട്ടും ചെയ്യണം? ഈ സാരിയുടെ പറയുകയാണെങ്കിൽ ഈ പിന്നെ തിരുവാതിരക്കളി ഉണ്ടല്ലോ, തിരുവാതിരക്കളി നമ്മളിപ്പോൾ വളരെ ജനകീയമായ ഒരു കലയായി മാറി. പക്ഷേ തിരുവാതിരക്കളി എന്ന് പറഞ്ഞ് ആ സാരി വൈറ്റ് സാരിയാണ് അതിന് ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ തനിമയുള്ള സാരി എന്നൊക്കെ പറയുന്ന സെറ്റ് സാരികളൊക്കെയാണ് അതിന്, അല്ലെ സെറ്റ് മുണ്ടാണ്. സ്ത്രീകളുടെ ശരീരത്തിനെ കൃത്യമായി തന്നെ പുരുഷന് അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കലയായിട്ടാണ് യഥാർത്ഥത്തിൽ തിരുവാതിര വരുന്നത്. പിന്നെ അതൊരു ജനകീയ കല, പല കലകളും അങ്ങനെ തന്നെയാണല്ലോ. ഭരതനാട്യമാണെങ്കിലും പഴയ രാജാക്കന്മാരെ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാടുവാഴികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ത്രീകൾ നടത്തുന്ന നൃത്തം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശാരീരികമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ശാരീരികമായ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളവരൊന്നും അത് സമ്മതിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ കലകൾ പലതും രൂപം കൊണ്ടത്. സാരിയിലേക്ക് വരുന്ന സമയത്ത് ഈ തിരുവാതിരക്കളിയിലൊക്കെ സാരി ഉപയോഗിക്കുന്നത് ഇങ്ങനെ അവിടുത്തെ കാരണവന്മാർക്കും അവിടുത്തെ തലതൊട്ടപ്പന്മാരായ ആളുകൾക്കും ഇരുന്ന് ഇത് ആസ്വദിക്കും, സ്ത്രീകളുടെ അംഗലാവണ്യം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കല ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. അവരതേപോലെ തന്നെ ഇപ്പോഴും സ്ത്രീകൾ നടക്കണം എന്നുള്ളതും, പുരുഷന് ഒരേ സമയം സ്ത്രീയുടെ അംഗലാവണ്യത്തെ ആസ്വദിക്കുകയും അതിനെ കാണുകയും അതിനവർ നവ്യാനുഭവം ഉണ്ടാവുകയും ചെയ്യണം. കാഴ്ചാനുഭവം, മികച്ച കാഴ്ചാനുഭവം ഉണ്ടാവുകയും തൊട്ടപ്പുറത്ത് പോയി അവളുടെ വസ്ത്രത്തിനെ കുറിച്ച് മോശം അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കുത്തകയൊന്നുമല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. പുരുഷനെ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഏതൊരു മേഖലയിൽ വന്നു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം നേരിടുന്നത്. അതില്ലാതാവുന്ന ഒരു കാലം നമുക്കുണ്ടാവട്ടെ.